മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ക്ഷേത്രങ്ങളാണ് നമ്മോടൊപ്പം ചേരുന്നത്. നിങ്ങളെ വലിയൊരു വിജയം, ഇത്രയും ഒരു വലിയ വിജയം ശരിക്ക് കണക്കാക്കിയിരുന്നു? കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ആ വിധി വന്നതിന് ശേഷം കേരളത്തിലെ പൊതുവെ ജനങ്ങളുടെ ഒരു മനസ്സ് ഞങ്ങൾക്കൊക്കെ വായിക്കുവാൻ കഴിഞ്ഞിരുന്നു. ഇവിടെ ഇടതുപക്ഷത്തിനെതിരെയാണ് കേരളത്തിൻ്റെ പൊതു മനസ്സുള്ളത്. അത് തീർച്ചയായിട്ടും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് ഞങ്ങൾക്കൊക്കെ ആ ഒരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളീയ സമൂഹം കാത്തിരിക്കുന്നതാണ് ഇത്തരത്തിലൊരു വിജയം. കേരളത്തിലെ 10 വർഷം കൊണ്ട് കേരളത്തെ എങ്ങനെയെല്ലാമാണോ ഇല്ലാതാക്കാൻ പറ്റുക ആ രീതിയിലൊക്കെ തന്നെയാണ്. കാരണം ഒരു ഭരണകൂടത്തിൻ്റെ അഭാവം ഇവിടെ വല്ലാതെ നേരിച്ച് കണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരു വകുപ്പിലും ഭരണം നടന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജനങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വിധി എഴുതുകയും ചെയ്തു. മതവും ജാതിയും ഒക്കെ കൂടുതൽ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിലായിരുന്നു കടന്നുപോയത്. പല പ്രസ്താവനകളും പല നേതാക്കന്മാരുടെയും അതിനൊക്കെ ജനങ്ങൾ മറുപടി കൊടുത്തു എന്ന് കരുതാല്ലേ? അതെ, കേരളത്തിൻ്റെ രാഷ്ട്രീയം അത് ജനാധിപത്യ മതേതര ബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അതിനെ മറികടക്കാൻ ജാതി മത ചിന്തകളൊക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിന് ആരെല്ലാം വേണം തയ്യാറായത് അവരൊക്കെ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ശരിക്ക് ജനം വിലയിരുത്തിയത് തന്നെ കരാം അല്ലേ? അത്തരത്തിലുള്ള പ്രസ്താവനകൾ അത് കേരളീയ സമൂഹം ഒരിക്കലും തന്നെ അത് അംഗീകരിക്കുന്നില്ല. അതിപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തുണ്ടായിരുന്നു, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തുണ്ടായിരുന്നു. അതിലൊക്കെ അവസാനമായി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ അതൊക്കെ വിലയിരുത്തി അതിനനുസൃതമായി ഇങ്ങനെ ചിന്തിക്കുന്നവരെ, ഇങ്ങനെ പ്രസ്താവനകൾ ഇറക്കി ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്നവരെ സമൂഹം തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സാമുദായിക ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ള വിലയിരുത്തൽ സാമൂഹ്യ മാധ്യമങ്ങൾ പലരും പുലർത്തുന്നുണ്ട്. അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ടാവും. പക്ഷേ കേരളീയ സമൂഹം അതൊക്കെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധം ഒരു പ്രബുദ്ധമായിട്ടുള്ളൊരു പൊതു മനസ്സ് കേരളത്തിനുണ്ട്. അത് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെതാണ്, മതേതരത്വത്തിൻ്റെതാണ്, സാമൂഹ്യമായിട്ടുള്ള സഹവർത്തിത്വത്തിൻ്റെ രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. അതേ കേരളത്തിൽ വിലപ്പോവുകയുള്ളൂ. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അങ്ങയുടെ എല്ലാ സ്ഥാനാർത്ഥികളും മികച്ച വിജയം നേടി. ഏറ്റവും സന്തോഷിപ്പിച്ചത് ഏത് മണ്ഡലത്തിലെ വിജയമാണ്? അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരുടെ വിജയം സന്തോഷം നൽകുന്നതാണ്. എല്ലാവരും അർഹിക്കുന്ന വിജയമാണ് കിട്ടിയിട്ടുള്ളത്. അതാണ്, അർഹിക്കുന്നവരെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളായി വെച്ചിട്ടുള്ളത്. അതിൽ തന്നെ തവനൂരിൽ അങ്ങ് എടുത്തു പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നല്ലേ? അതെ, തവനൂരത്ത് നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. കാരണം അതൊരു സാമുദായികമായിട്ടുള്ള ഒരു ഐക്യത്തിൻ്റെ കൂടി പ്രകടനമാണ്. മുമ്പ് ശ്രീ AK ആൻ്റണിക്ക് മത്സരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ സീറ്റ് നൽകി. തിരുരങ്ങാടിയിൽ അവിടെയും AK ആൻ്റണിയുടെ സമുദായത്തിന് ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ തിരുരങ്ങാടി നല്ല ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ വിജയിപ്പിച്ചു. ഇപ്പോൾ DCC പ്രസിഡന്റ് VS ജോയ്ക്കും അദ്ദേഹത്തിൻ്റെ സമുദായത്തിനും ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല തവനൂരിൽ. പക്ഷേ അവിടെ നല്ല വിജയം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിലൊക്കെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചർച്ചകൾ എന്തൊക്കെ മുസ്ലിം ലീഗ് എത്ര മന്ത്രിസ്ഥാനം കിട്ടുന്നുള്ളതൊക്കെയാണ്. 5 സ്ഥാനം എന്ന് ഏകദേശം കഴിഞ്ഞ തവണത്തെ ഒരു കോട്ട ഉണ്ടല്ലോ, അതിലധികം പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് അർഹിക്കുന്നത് എന്താണോ അത് UDF വകവെച്ച് തരും. അതിൽ മുൻകൂട്ടി ഒരു മുൻധാരണയോടെയോ അല്ലെങ്കിൽ അവകാശവാദമൊന്നും മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നില്ല. UDF എപ്പോഴും മുസ്ലിം ലീഗിനെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ആ നിലക്കുള്ള തീരുമാനങ്ങൾ UDFിൽ നിന്ന് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാകണമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായമായിട്ട് വരും? അത് കോൺഗ്രസിൻ്റെ അവകാശമാണല്ലോ. കോൺഗ്രസ്സാണ് അത് മുഖ്യ കക്ഷി. കൂടുതൽ സീറ്റ് അവർക്കാണ്. ഗവർണർ അവരെയാണ് വിളിക്കുക. അപ്പോൾ അവരാണ് അതിന് ആളുകളെ നിയോഗിക്കേണ്ടത്. അത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് ഞങ്ങൾ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുമായിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഒരു തീരുമാനം. പക്ഷേ അതിനുവേണ്ടി വലിയ പരസ്യ പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പല മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. അതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിനൊരു ക്ലെയിം ഉള്ളതായിട്ട് അവകാശപ്പെടാൻ കഴിയില്ലേ? അല്ല, അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായി കേരളത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് UDFിനെ ശക്തിപ്പെടുത്താനും UDFിനെ അധികാരത്തിൽ കൊണ്ടുവരുവാനും നല്ല നേതൃത്വം അദ്ദേഹം നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് തന്നെയാണല്ലോ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് കേരളത്തിൽ നിയോഗിച്ചത്. ആ ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒട്ടും ഒരു വിഷമമില്ല. ബാക്കി കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനിക്കട്ടെ അല്ലേ? കോൺഗ്രസ് ഘടകകക്ഷികളുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് തീരുമാനങ്ങളിലെത്തും. എന്നാണെങ്കിൽ ഏറെ വൈകാതെ തന്നെ എത്തണത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോഴത്തെ ആൾ രാജിവെച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഉടനെ ഒരു ഭരണ സംവിധാനം, ഒരു പകരം സംവിധാനം ഇവിടെ വേണം. അത് കോൺഗ്രസ് മനസ്സിലാക്കും.
എന്താണെങ്കിലും ലീഗിൻ്റെ തന്ത്രങ്ങൾ വിജയം കണ്ടതിൻ്റെ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല ഏറെ വൈകാതെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നു. അപ്പോൾ ലീഗിൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുകയാണ്. അഖിലോട്ട് പറയപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.